ഇന്നത്തെ നമ്മുടെ വീഡിയോ നാരകം വീട്ടിൽ നടുന്നതിനെ കുറിച്ചാണ്. നാരകം നട്ടാൽ സമ്പത്ത് വർദ്ധിക്കുമോ, അതോ നാരകം നടുന്നിടം നശിച്ചു പോകുമോ? ചില വീടുകളിൽ നാരകം നട്ടാൽ ആ കുടുംബം തന്നെ നശിച്ചു പോകുന്നതായി കാണുന്നുണ്ട്. ഇത് ശരിയാണോ? ശരിയാണെങ്കിൽ എന്താണ് കാരണം? എന്തായാലും നാരകം നമുക്ക് ഒരവശ്യ വസ്തുവാണ്. എന്നാൽ നാരകം നട്ടാൽ വീട് മുടിഞ്ഞു പോകുമെന്ന് പലരും പറയുന്നതിനാൽ മിക്കവരും നാരകത്തെ വെട്ടിക്കളയുന്നു. നാരകം നട്ടാൽ വീട് നശിച്ചു പോകുമോ? നമുക്ക് വിശദമായി സംസാരിക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ പുറത്തു പോയിട്ട് തിരികെ വരുമ്പോൾ നമുക്ക് നല്ല ദാഹം അനുഭവപ്പെടും. നമ്മുടെ വീട്ടിൽ കായ്ഫലം തരുന്ന ഒരു നാരകത്തൈ ഉണ്ടെങ്കിൽ അതിൽ നിന്നും നാരങ്ങ പറിച്ച് ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കടയിൽ പോയി കുടിച്ചാലൊന്നും നമ്മുടെ വീട്ടിലടിക്കുന്ന ജ്യൂസിൻ്റെ അത്രയും രുചി വരില്ല. കൃഷി സംബന്ധമായ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീട്ടിൽ ഒരു നാരകച്ചെടി ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള നാരങ്ങ നമുക്ക് ലഭിക്കും. ചിലർ നാരകം നട്ടാൽ പൂക്കും, പക്ഷേ കായ്ക്കുന്നില്ല എന്നാണ് പറയുന്നത്. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വീട്ടിൽ നന്നായി നാരകം കായ്പിച്ചെടുക്കാം. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം വേണം നാരകം നടുവാൻ വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പോൾ നഴ്സറികളിൽ കായ്ച്ചു നിൽക്കുന്ന നാരകത്തൈകൾ വാങ്ങുവാൻ ലഭിക്കും. അവ വാങ്ങി നടുന്നതായിരിക്കും നല്ലത്. നാരകത്തിൽ തന്നെ ഒരുപാട് വെറൈറ്റി തൈകൾ ഇപ്പോൾ നഴ്സറികളിൽ ഗ്രാഫ്റ്റ് ചെയ്തു വരുന്നുണ്ട്. സീഡ്ലെസ് നാരകം നടുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അതിന് ചെറുനാരകത്തേക്കാൾ വലിപ്പവും നീരും കൂടുതലായിരിക്കും. അതുപോലെ എല്ലാ സീസണിലും നാരങ്ങ ലഭിക്കുകയും ചെയ്യുന്നു. നാരകത്തിന് എല്ലാ ദിവസവും നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. വാട്ടർ സ്ട്രെസ് കൊടുക്കുമ്പോൾ പൂക്കാനും കായ്ക്കാനുമുള്ള ടെൻഡൻസി ഉണ്ടാകും. പൊട്ടാസ്യം അടങ്ങിയ വളങ്ങൾ കൊടുക്കുന്നത് നാരകം പെട്ടെന്ന് പൂക്കാനും കായ്ക്കാനും സഹായിക്കും. നമ്മുടെ നിത്യജീവിതത്തിൽ നാരങ്ങയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. വൈറ്റമിൻ സിയുടെ കലവറയാണ് നാരങ്ങ. അതുകൊണ്ട് തന്നെ നാരങ്ങയ്ക്ക് ആരോഗ്യപരമായ ഒരുപാട് ഗുണങ്ങളുണ്ട്. അച്ചാറിടാനും സാലഡിനും ജ്യൂസ് അടിച്ച് കുടിക്കാനുമെല്ലാം നാരങ്ങ ഉപയോഗിക്കാറുണ്ട്. ഫിഷ് ഫ്രൈയിലും ചിക്കൻ ഫ്രൈയിലും നാരങ്ങ ഭംഗി കൂട്ടാനും രുചി വർദ്ധിപ്പിക്കാനും ഉപയോഗിക്കുന്നുണ്ട്. ചിലർ പറയും നാരകം നടുന്ന സ്ഥലം നശിച്ചു പോകുമെന്ന്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റുകളിൽ എത്രമാത്രം നാരങ്ങയാണ് ദിവസവും വരുന്നത്? ആ സ്ഥലങ്ങളെല്ലാം നശിച്ചു പോകേണ്ടതല്ലേ? നാരകം നട്ടതുമൂലം വീട് നശിച്ചു പോകുന്നതിന് പകരം നാരകം നട്ടു വളർത്തി അതിൽ നിന്ന് വിളവെടുക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടമല്ലേ ലഭിക്കുന്നത്? പിന്നെ എങ്ങനെയാണ് നാരകം നട്ടാൽ വീട് നശിക്കും എന്ന് പറയുന്നത്? എല്ലാവർക്കും അവരവരുടേതായ വിശ്വാസങ്ങളുണ്ട്. ഞാൻ എൻ്റെ വിശ്വാസമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇതിൽ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. നമ്മുടെ നാട്ടിൽ നാരങ്ങ കൊണ്ടുവരുന്നത് തമിഴ്നാട്ടിൽ നിന്നുമാണ്. നാരകം നട്ടാൽ വീട് നശിച്ചു പോകുമെങ്കിൽ തമിഴ്നാട്ടുകാരുടെ വീടൊക്കെ നശിച്ചു പോകണ്ടേ? അവർക്ക് സമ്പത്ത് വർധനവല്ലേ ഉണ്ടാകുന്നത്?